ഒരു ചെറിയ സന്ദേശം മാത്രം പറഞ്ഞ് നമുക്ക് തുടർന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. 2 Corinthians chapter 2:14 വായിച്ചോളൂ. അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിലുള്ള ജയോത്സവത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. സ്തോത്രം. കൊരിന്ത്യ സഭ അപ്പോസ്തലൻ 2 ലേഖനങ്ങൾ എഴുതി. പ്രാരംഭമായ ലേഖനത്തിൽ പ്രതിപാദിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ രണ്ടാമത്തെ ലേഖനത്തിൽ താൻ വിശദീകരിച്ച് എഴുതുവാനിടയായി. ഒന്നാമത്തെ ലേഖനത്തിൽ താൻ കൊടുത്ത ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ സഭയ്ക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോയതിനെ കുറച്ചുകൂടെ വിപുലീകരിച്ചുകൊണ്ട് തങ്ങൾക്ക് പ്രയോജനമാകുന്ന നിലത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതാണ് രണ്ടാമത്തെ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ താൻ ഉപയോഗിക്കുന്ന ഒരു പദം ക്രിസ്തു യേശുവിൽ എന്താണ്? ഞങ്ങളെ എപ്പോഴും എന്തു ചെയ്യുന്നു? ഓൾവേസ്, എപ്പോഴും ജയോത്സവമായി നടത്തുന്ന. അപ്പോൾ ദൈവത്തിന് സഭയെ പറ്റിയുള്ള ഒരു പ്രത്യേക പദ്ധതിയാണ് നാം ഇവിടെ കാണുന്നത്. എന്താണ്? അവരെ ജയോത്സവമായി നടത്തണം. ഒരു ദിവസമല്ല, എപ്പോഴും നമ്മെ എങ്ങനെ നടത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്? ജയോത്സവമായി. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ട്രൈംഫ് എന്നുള്ള ഒരു പദമാണ്. ട്രൈംഫ് എന്ന് പറഞ്ഞാൽ വണ്ടിയുണ്ട് അല്ലേ? നമുക്കറിയാം, പിള്ളേർക്ക് അറിയാം ഇല്ലേ? ട്രൈംഫ് എന്ന് പറഞ്ഞ ബൈക്ക്, വില കൂടിയ ഒരു വാഹനമാണ് അല്ലേ ട്രൈംഫ് എന്ന് പറയുന്ന ഒരു ബൈക്ക്. അപ്പോൾ ജയോത്സവം എന്നാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജയോത്സവം. അപ്പോൾ ജയോത്സവമായി എന്ത് ചെയ്യുക? നമ്മെ നടത്തുക. അതാണ് ദൈവിക പദ്ധതി. ഈ ഏത് പശ്ചാത്തലത്തിൽ നിന്നാണ് അപ്പോസ്തലൻ എഴുതുന്നത് പറഞ്ഞാൽ, റോമിലെ അന്നത്തെ പട്ടാള മേധാവി അല്ലെങ്കിൽ ജനറൽ മറ്റൊരു ദേശത്ത് യുദ്ധം കഴിഞ്ഞ് ജയിച്ച് വരുമ്പോൾ താൻ ഒരു കുതിരപ്പുറത്ത് കയറി ജയാളിതനായി കൊടി കയ്യിൽ പിടിച്ച് താൻ മുമ്പേ വരികയും ആ പടയിൽ പൊരുതിയ പടയാളികൾ മുറിവേറ്റവരും ക്ഷീണിക്കപ്പെട്ടവരുമായിട്ട് എന്തു ചെയ്യും? അതിന് പുറകെ ഉണ്ട്. ആ കൂട്ടത്തിന് പുറകിൽ മറ്റൊരു കൂട്ടമുണ്ട്. അവർ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവരും ക്ഷീണിതരും ബലഹീനരും അശരണരുമായ ആളുകളാണ്. അവർ ബന്ധിക്കപ്പെട്ടവരാണ്. അവർ അന്യദേശത്തുനിന്ന് പിടിക്കപ്പെട്ട അടിമകളാണ്. അവർ ഏറ്റവും പുറകിൽ കാണും. അപ്പോൾ ഇരുവശങ്ങളിലും നിൽക്കുന്ന ജനസമൂഹം ഈ ജനറലിൻ്റെ വരവ് കണ്ട് വിജയിച്ച് ജയം കൈവരിച്ച് കടന്നു വരുന്ന ഈ വലിയ ബറ്റാലിയൻ്റെ വരവ് കണ്ടു കഴിഞ്ഞുകൊണ്ട് ഇരുവശങ്ങളിലും നിൽക്കുന്ന ഈ ജനക്കൂട്ടങ്ങൾ റോം പട്ടണത്തിൽ തങ്ങളുടെ കൈകളിൽ ഇരിക്കുന്നതായ വാസനയുള്ള പൂക്കൾ എടുത്ത് ഇവരുടെ മുഖത്തേക്ക് മേളിലോട്ട് ഇങ്ങനെ വെതറും. അപ്പോൾ അതിങ്ങനെ വെതറി ഇത് താഴെ വിടുമ്പോൾ കുറച്ച് സമയത്തേക്ക് ഈ ജയത്തിനകത്ത് ജയം ആഘോഷിക്കുക അല്ലേ? ഈ ജയം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ അട്ടഹാസങ്ങളുണ്ട്. അവർ റോമിൻ്റെ ഔന്നത്യത്തെപ്പറ്റി അല്ലെങ്കിൽ അതിൻ്റെ മേന്മയെപ്പറ്റി വർണ്ണിക്കുകയും അതിനിടയിൽ താഴെ വീണ് കിടക്കുന്ന ചിതറിപ്പോയ പൂക്കളിൽ നിന്നുള്ള സുഗന്ധം അത് ആ ദേശത്താകെ പരക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ഈ സുവിശേഷത്തിൻ്റെ സൗരഭ്യവാസന അപ്രകാരമുണ്ടല്ലേ, നശിച്ചു പോകുന്നവർക്ക് അല്ലേ, ചിലർക്ക് എന്താണ്? മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ പിടിക്കപ്പെട്ട് കൊണ്ടുവരുന്ന ഈ അടിമകളായവർ അടുത്ത ദിവസങ്ങളിൽ മരണപ്പെടാൻ പോകുക. അതുകൊണ്ടാണ് തന്നെ ഇത് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന. എന്നാൽ യുദ്ധം ജയിച്ച് മുറിവേറ്റവരായി കടന്നു വരുന്ന ആ സേനയിലെ വ്യക്തി ജീവിതങ്ങൾക്ക് ഇതെങ്ങനെയുള്ള വാസനയാണ്? ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസനയാണ് കേട്ടോ. ആ പശ്ചാത്തലത്തിൽ നിന്നാണ് ഇത് എഴുതി. അപ്പോൾ നമുക്ക് അതിൻ്റെ പശ്ചാത്തലം മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ വാസനയുടെ കാര്യമൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ മുമ്പിൽ നിന്ന് നയിക്കുന്ന ക്യാപ്റ്റൻ താൻ ഒരു കുതിരപ്പുറത്ത്, തൻ്റെ കയ്യിൽ വിജയത്തിൻ്റെ കൊടിയുണ്ട്, സമാധാനത്തിന് വിജയത്തിൻ്റെ കൊടിയുണ്ട്. അത് കണ്ട് റോം പട്ടണം ഇളകി മറിയുകയാണ്. അവർ റോം ഭരിക്കുന്ന നീറോ ചക്രവർത്തിയെ അവർ അവർണ്ണനീയമായ നിലയിൽ വർണ്ണിക്കുകയാണ്. താൻ ദൈവത്തോട് തുല്യനെന്ന നിലയിൽ
അവർ വർണ്ണിക്കുമ്പോൾ അവർക്കൊന്നേ പറയുവാനുള്ളൂ: കൈസരുടെ കാൽ കീഴിൽ അമരാത്തൊരു ദേശവുമില്ല, അല്ലെങ്കിൽ കൈസരുടെ വാളിന് ഒടുങ്ങാത്ത ഒരു തലയുമില്ലെന്ന് അവർ ഉച്ചത്തിൽ ഘോഷിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, ഇതിനെ ഒരു വശത്ത് ആമേൻ നിർത്തിക്കൊണ്ട് പൗലോസ് പറയുകയാണ്, യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വിശ്വാസ പൈതലിന് ആമേൻ സ്തോത്രം മുമ്പിൽ നിന്ന് നയിക്കുവാൻ ജയം കൈവരിച്ചവനായ ഒരു യേശു കർത്താവുണ്ടെന്ന് ദൈവസഭയോട് അടിവരയിട്ടുകൊണ്ട് താൻ റോമിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് പറയുമ്പോൾ, ഈ പകൽ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന, ആമേൻ, പ്രയാസങ്ങൾ നേരിടുന്ന, ആമേൻ, ജീവിതത്തിൽ പരാജയം മാത്രമേ ഉള്ളെന്ന്, ആമേൻ, മുറിവേറ്റപ്പെട്ടവനെന്ന്, തളർത്തപ്പെട്ടവനെന്ന്, ആമേൻ, ഹല്ലേലൂയ, എന്നും യുദ്ധം മാത്രമേ ഉള്ളെന്ന്, ആമേൻ, എന്നും കഷ്ടത മാത്രമേ ഉള്ളെന്ന് പറയുന്ന ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നൊരു ആമേൻ ഭാഗമാണ്, ആമേൻ, എന്നും നിങ്ങളെ ജയോത്സവമായി വഴി നടത്തുന്ന യേശു. സ്തോത്രം, ആമേൻ. ആ ഭാഗമൊക്കെ കുറെ കൂടെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വർണ്ണിച്ചാൽ അതിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആമേൻ, സ്തോത്രം. ചുമ്മാതെ പൗലോസ് എന്തോ വെളിവുകേട് എഴുതിയതല്ല കേട്ടോ, സ്തോത്രം, പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എഴുതുക. അപ്പോൾ നാം ഇവിടെ വായിച്ചത്, ആമേൻ, ക്രിസ്തുവിൽ ഞങ്ങളെ എങ്ങനെയാണ് നടത്തുന്നത്? എപ്പോഴും എന്ത് ചെയ്യുന്നു? ജയോത്സവമാണ്. സ്തോത്രം. പൗലോസിനോട് ചോദിക്കുക, എപ്പോഴും ജയോത്സവമായിരുന്നു? ഒരു നീണ്ട ലിസ്റ്റ് താൻ ഇടും, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. എന്താണ്? പട്ടിണി, ഉപദ്രവം, കഷ്ടത, നഗ്നത, ആപത്ത്, വാള്, ദാരിദ്ര്യം, ഇങ്ങനെ നമ്മളെപ്പോഴും പറയുന്ന ഒരുപാട് ലിസ്റ്റ്, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ലൈഫുമായിട്ടൊന്ന് ചേർത്ത് പിടിച്ചോ. എന്നിട്ട് പറയുകയാണ്, ആ ഭക്തൻ പറയുക, എന്നിട്ടും എപ്പോഴും ജയോത്സവമാണ്. ഈ കഷ്ടത വന്നപ്പോഴും താൻ പറയുക, എപ്പോഴും ജയോത്സവമാണ് കേട്ടോ. ഒരു വിശ്വാസ പൈതലിൻ്റെ ഹൃദയത്തിനകത്തുനിന്ന് സ്ഫുരിക്കേണ്ട ശബ്ദം എന്നുള്ളത്, എനിക്ക് ക്രിസ്തുവിൽ എപ്പോഴും ജയമുണ്ടെന്ന. ആമേൻ, സ്തോത്രം. അതിൽ പലതും തോൽവിയാണെന്ന് കരുതുമ്പോഴും, പലതും നാം നടക്കാതിരിക്കുമ്പോഴും, പലതും പ്രയത്നിച്ചിട്ടും ഫലം കാണാതിരിക്കുമ്പോഴും, പലതും വ്യർത്ഥ പ്രയത്നമെന്ന് തോന്നുമ്പോഴും, ആമേൻ, ചിലവട്ട പണത്തിന്, ആമേൻ, ഹല്ലേലൂയ, ഒരു ഗുണവും ലഭിച്ചില്ലെന്നിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് പറയണം, ആമേൻ, അതൊന്നും വ്യർത്ഥമാകുകയില്ല. അതിനെ എപ്പോഴും ജയപ്പൻ്റെ അനുഭവത്തിൽ മാറ്റി മറയ്ക്കാൻ കഴിയുന്നവൻ എനിക്ക് മുന്നമേ നടകൊള്ളുന്നുണ്ട്. അവൻ്റെ പിറകിൽ ഞാൻ അണിനിരന്ന് നിൽക്കുമ്പോൾ അവന് കീഴടങ്ങാത്ത ഒരു ശക്തിയുമില്ല, അവന് കീഴടങ്ങാത്ത, ആമേൻ, ഹല്ലേലൂയ, ഒരു വ്യക്തിയുമില്ല, ഒരു പ്രതിസന്ധി, ആമേൻ, അവന്റെ മുമ്പിലില്ല. സ്തോത്രം. അപ്പോൾ ഈ ജയം തരുന്ന കർത്താവിനോട് ചോദിക്കുക, ഏതൊക്കെ വിഷയത്തിലാണ് കർത്താവേ നീ ഈ ജയോത്സവം കൊണ്ടാടണമെങ്കിൽ നീ ജയിക്കേണ്ടവനല്ലേ? സ്തോത്രം. ഏതൊക്കെ വിഷയത്തിലാണ് കർത്താവേ ജയിച്ചത്, അല്ലേ? സാധാരണ കൺവെൻഷൻ പ്രസംഗങ്ങളൊക്കെ കാണുവാനായിട്ട് കഴിയുന്നില്ലേ? നമുക്ക് വേണമെങ്കിൽ നമ്പർ ഇട്ട് പറയാം. സ്തോത്രം. 1, പാപത്തിന് മേൽ അവൻ ജയമെടുത്തു. ഈ വാക്യം എവിടെയാണ്? റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം. എന്ത് ചെയ്തു? ക്രൂശിൽ പാപത്തിന്റെ ശക്തിയെ അവൻ തകർപ്പാനിടയായി. ഒന്ന് വായിച്ചു വിട്ടു. നാം ഇനി പാപത്തിന് അടിമപ്പെടാത്തക്കവണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പൊ ക്രൂശിൽ നാം പാപത്തിന് അടിമപ്പെടാതിരിപ്പാൻ പാപത്തിന്റെ പഴയ മനുഷ്യനെ ക്രൂശിൽ നാം പൂർണ്ണമായി ഉരിഞ്ഞു കളഞ്ഞു. അപ്പോൾ 1, പാപത്തിന്റെ മേൽ ജയം ക്രൂശിന് വഹിപ്പാൻ കഴിഞ്ഞു. 2, മരണത്തിന്റെ മേൽ ആമേൻ അധികാരമുള്ളവൻ. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 19:41 നാം വായിക്കുന്നത് എന്താണ്? ആമേൻ, ഹല്ലേലൂയ, മരണം അവസാനത്തെ വാക്കായിരുന്നു മനുഷ്യന്റെ. പക്ഷേ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തോളം തെളിയിച്ചു, മരണത്തിന് ഇനി അധികാരമില്ലെന്ന്. ആമേൻ, സ്തോത്രം. കാരണം പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ യേശുവിന്റെ കരങ്ങളിലുണ്ട്. അവൻ മരണത്തെ 3 നാൾ ആമേൻ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയുകയാണ്, ഞാൻ എപ്പോഴും നിങ്ങളെ ജയോത്സവമായി വഴി നടത്തും. 3 പെട്ടെന്ന് വായിക്കാം. സ്തോത്രം. എബ്രായ ലേഖനം 2:14 ഒന്ന് പെട്ടെന്ന് വായിച്ചു വിട്ടു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി
അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം അപ്പോ മരണത്തിന്റെ അധികാരി പിശാചിനെ എന്ത് ചെയ്തു? തന്റെ മരണത്താൽ നീക്കി. അപ്പൊ യേശു ക്രിസ്തു ചെയ്തു? ആ പിശാചിന്റെ മേൽ യേശു ക്രിസ്തു ജയമെടുത്തു കേട്ടോ. അപ്പോൾ 1 പാപത്തിന്റെ മേൽ, 2 മരണത്തിന്റെ മേൽ, 3 പിശാചിന്റെ അല്ലെങ്കിൽ സാത്താന്റെ മേൽ ജയമെടുപ്പാനിടയായി. അടുത്തത് ഗലാത്യ ലേഖനം 3:13 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്രൂശുമേൽ തൂങ്ങുന്നവനൊക്കെയും ശപിക്കപ്പെട്ടവനാകുന്നു. അപ്പോൾ 2:14 എന്ത് പറയുന്നു? ആ ക്രൂശിൽ എന്ത് ചെയ്തു? നമുക്ക് പ്രതികൂലമായ, കൊളോസ്യ ലേഖനം 2:14 നമുക്ക് പ്രതികൂലമായ കൈയെടുത്ത് കുരിശിന്മേൽ അവൻ എന്ത് ചെയ്തു? മായ്ച്ചു കളഞ്ഞു. നമുക്ക് പ്രതികൂലമായ ഒരു കൈയെഴുത്തുണ്ടായിരുന്നു രക്ഷിക്കപ്പെട്ടവർക്ക്. എന്തായിരുന്നു അത്? പാപത്തിൻ്റെ ശിക്ഷ നിത്യമരണം എന്നുള്ള ഒരു കൈയെഴുത്ത് കേട്ടോ. നമ്മൾ വിചാരിക്കും സ്കൂളിൽ ഞങ്ങൾ കയ്യെഴുത്തൊക്കെ എഴുതിയിട്ടുണ്ട്, അങ്ങനെ ആ കയ്യെഴുത്തല്ല. സ്തോത്രം. മരണമെന്നൊരു കയ്യെഴുത്ത് നമ്മുടെ തലയ്ക്ക് മുകളിൽ ന്യായവിധിയായി തൂങ്ങി നിൽപ്പുന്നുണ്ടായിരുന്നു. യേശു ക്രിസ്തു ക്രൂശുമേൽ അതിനെ മായ്ച്ചു കളഞ്ഞു കേട്ടോ. അപ്പോൾ 4 നിയമത്തിന് മാറ്റം വരുത്തി നമുക്ക് വേണ്ടി. 5 യേശു ക്രിസ്തു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 16:33 എന്താണ് യേശു ക്രിസ്തു പറഞ്ഞത്? നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ഭാരപ്പെടരുത്, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. കാരണം മറ്റൊരിടത്ത് പറഞ്ഞു, ലോകത്തിൽ ഉള്ളവനേക്കാൾ ഞാൻ വലിയവനാ. അപ്പൊ ലോകത്തിൽ ഒരുവനുണ്ട്, ദുഷ്ടപിശാച്. കർത്താവ് പറഞ്ഞു, ഞാൻ അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്? ജയിച്ചിരിക്കുക. നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങൾ, ലോകത്തിന്റെ ഇച്ഛകൾ, അതിൻ്റെ മേൽ എന്ത് ചെയ്യണം? ജയമെടുക്കണം. അപ്പോൾ 5 കൂട്ട കാര്യങ്ങൾ പറഞ്ഞു. 5 വിഷയത്തിന്മേൽ കർത്താവായ യേശു ക്രിസ്തു ജയമെടുത്തു കേട്ടോ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ജയമെടുത്തവൻ പറയുകയാ, എന്നെ അനുഗമിക്കുന്നതിന് ഞാൻ എന്തു ചെയ്യും? ജയോത്സവമായി വഴി നടത്തും. ഈ പകൽ നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട് കേട്ടോ. ആരാധനയ്ക്ക് നമ്മെ കൂട്ടി വരുത്തിയത് ഈ 5 കൂട്ട കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു ക്രിസ്തു ചെയ്തു നൽകിയതിന് നന്ദി കരേറ്റുവാൻ വേണ്ടിയാണ് ഈ പകൽ നാം ദൈവസന്നിധിയിൽ കടന്നു വന്നത്. അല്ലാതെ വാഹനം തന്നതുകൊണ്ടോ നല്ല വസ്ത്രം തന്നതുകൊണ്ടല്ല നാം ഈ പകൽ ദൈവത്തെ നന്ദി കരേറ്റുന്നത്. പിന്നെയോ പാപത്തിന്റെ മേൽ സ്തോത്രം, മരണത്തിന്റെ മേൽ, എനിക്ക് പ്രതികൂലമായ കൈയെഴുത്തിന്റെ മേൽ, ദുഷ്ടപിശാചിന്റെ മേൽ കഴിഞ്ഞില്ല. ലോകത്തിന്റെ മേൽ അവൻ ജയാളിയായി വാഴുന്നത് കൊണ്ട് ഈ പകൽ എനിക്ക് ദൈവസന്നിധിയിൽ വന്ന് മൗനമായിരിക്കാൻ കഴിയുകയില്ല. അവൻ അനുദിനവും എന്നെ ജയോത്സവമായി വഴി നടത്തുന്ന ദൈവമാ. അപ്പോൾ ഈ ജയോത്സവമായി വഴി നടത്തുക എന്ന് പറഞ്ഞാൽ സ്തോത്രം, രോഗമില്ലെന്നാണോ? രോഗമുണ്ട്. കഴിഞ്ഞ 2 ദിവസം പകലും രാത്രിയും നാം പാസ്റ്ററുടെ ഭവനത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. കഴിഞ്ഞ ചില വർഷങ്ങളായി ദൈവദാസി വളരെ ശാരീരികമായ പ്രയാസത്തിൽ കൂടെ കടന്നു പോവുകയാണ്. അതിൻ്റെ അർത്ഥം ജയോത്സവമായി കർത്താവ് വഴി നടത്തുന്നില്ല എന്നാണോ? അല്ലെന്ന്. ജയത്തിൻ്റെ അർത്ഥം രോഗത്തിന് സൗഖ്യമല്ല, പിന്നെയോ രോഗത്തെ സഹിക്കുന്നതാണ് ജയം എന്നുള്ളത്. എത്ര പേർക്ക് പറയുവാൻ കഴിയും? നിങ്ങൾ വിചാരിക്കരുത് രോഗത്തിന് സൗഖ്യമാണെങ്കിൽ ഇവിടത്തെ നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മരുന്ന് ചെയ്താൽ എന്ത് സംഭവിക്കും? രോഗത്തിനൊരു ഭേദം വന്നെന്നിരിക്കും. പക്ഷേ ഒരു വിശ്വാസ പൈതൽ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സ്തോത്രം ജയോത്സവമായി നടത്തുന്ന ആ നല്ല നാഥന്റെ മുഖത്ത് നോക്കി നിൽക്കുമ്പോൾ ആ കഷ്ടതയുടെ മധ്യേ, ആ തീച്ചൂളയുടെ മധ്യേ, ആ രോഗത്തിന്റെ മധ്യേ സഹിപ്പാനുള്ള കൃപ അത് ലഭിക്കുമ്പോഴാണ് നാം പറയുന്നത് അവൻ എന്നെ ജയോത്സവമായി വഴി നടത്തി കേട്ടോ. സാക്ഷ്യം പറയാൻ തനിക്ക് മൈക്ക് കൊടുത്തെങ്കിൽ പറഞ്ഞാന്, പാസ്റ്ററെ ഈ കഷ്ടതയുടെ മധ്യേ മുഖത്ത് സ്തോത്രം ഹല്ലേലൂയ, എൻ്റെ മുഖത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുമ്പോഴും ഹല്ലേലൂയ, തൻ്റെ ശരീരത്തിൽ നിന്ന് ചോര നഷ്ടപ്പെടുമ്പോഴും താൻ പറയുമായിരിക്കും, ഇതിനകത്തും എൻ്റെ ഉള്ളങ്ങളിൽ ഒരു പ്രത്യാശയുണ്ട്. സഹിപ്പാനുള്ള ഒരു കൃപ. ഇതത്രേ ദൈവ പൈതലെ സംബന്ധിച്ച് ജയോത്സവമായി വഴി നടത്തുന്നത്. ഗ്ലോറി ജീസസ്. അല്ലാതെ ഒരുമാതിരി ഉണങ്ങിയ സാക്ഷ്യവും പറഞ്ഞ് സ്തോത്രം രോഗമായിരുന്നു, ഭാരമായിരുന്നു, ദൈവമക്കളൊക്കെ പ്രാർത്ഥിക്കുക, ആകെ തകർന്ന് തരിപ്പണമായിട്ട് പാളീസായി കിടക്കുകയെന്നൊന്നല്ല പറഞ്ഞത് കേട്ടോ. ഈ മൈക്കങ്ങ് പൗലോസിന്റെ കയ്യിൽ കൊടുത്ത പൗലോസ് നീണ്ടൊരു ലീസ്റ്റ് ഇട്ടേച്ച് പറയും,
കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. വലിയ ആപത്ത്, വലിയ പ്രസംഗങ്ങൾ കൂടെ പോയി പുള്ളിയാ പറയുന്നത്, എന്നെ ജയോത്സവം നടത്തും. നമ്മൾ ചോദിക്കുന്നത് ഒരു മണ്ടനല്ലേ, നീ വെറും മണ്ടനല്ലേ അല്ലേ? ലോകം കഴിച്ചുകൊണ്ട് പറയും, എടാ മണ്ട, സ്തോത്രം, ഇത്രയധികം പ്രശ്നം ഉണ്ടായിട്ടും നീ പറയുകയ്യ എനിക്കൊരു കുഴപ്പമില്ല, ക്രിസ്തു ജയോത്സവമായി വഴി നടത്തുന്നുവെന്ന് അല്ലേ? കുഞ്ഞുങ്ങൾ പറയും, സ്തോത്രം. യോബിനോട് ചോദിച്ചേ, ഭാര്യ പറഞ്ഞു, എടാ മണ്ട, നിന്റെ വിശ്വാസമൊക്കെ തള്ളിക്കള അല്ലേ? അവൻ വായിക്കൊണ്ട് പോലും കർത്താവിന് എന്ത് ചെയ്തില്ല, ഒന്നും പ്രതികൂലം പറഞ്ഞില്ല. കാരണം എന്തെന്നറിയാമോ? അവനറിയാം ജയം എന്നുള്ളത് പുറത്തല്ല, അകത്ത. കേട്ടോ, ആത്മികനെ സംബന്ധിച്ച് പുറത്തുണ്ടാകുന്ന ചില മേന്മകളല്ല ജയം. ആമേൻ. ആത്മികനെ സംബന്ധിച്ച് പ്രതികൂലം കൂടി വരുമ്പോൾ, രോഗം മൂർച്ഛിക്കുമ്പോൾ, പ്രതിസന്ധി കയറുമ്പോൾ, കഴുത്തിനൊപ്പം കടം കയറുമ്പോൾ, നീന്തിയിട്ടല്ലാതെ കടപ്പൻ വയ്യാത്ത നിലയിൽ ആത്മശക്തിക്കൊണ്ട് നിന്റെ അന്തരംഗങ്ങളെ നിറച്ച് അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ഒരു ആത്മസാന്നിധ്യമുണ്ട്. അതത്രേ ജയത്തിന്റെ ഉത്സവം. Glory Jesus. ഉടവരവരവ ശബ്ദനാദല ബൗഡഗസി അപ്പൽ ഗൗഡകാരബടവ ശബ്ദനെ അപ്പൽ ഗൗഡകാരകവ ശബ്ദനാദല ബൗഡഗസി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽ ജയോത്സവം അനുഭവിക്കുന്നവർ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ചുകൊണ്ട് അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നിന്ന സഹിക്കുമ്പോൾ, ക്ലേശം സഹിക്കുമ്പോൾ, അപ്പനും അമ്മയും ഉപേക്ഷിച്ചപ്പോൾ ഭക്തൻ പറഞ്ഞതെന്നറിയാമോ? ഞാൻ അവൻ എന്നെ ചേർത്ത് പിടിക്കും. ഇതത്ര ജയോത്സവം. കേട്ടോ, ഉറ്റവരും ഉടയവരും തലമുറകളും ഭാര്യയും ഭർത്താവും ഒക്കെ മറന്നു പോകുമെന്നേ. യേശുവിന്റെ നാമത്തിൽ ചില ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് ഈ പകലൊന്ന് ബലപ്പെടുത്തുകയാണ്. ആമേൻ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. നിന്റെ അന്തരംഗങ്ങളിൽ ഒരു ആത്മ പകർച്ചയുടെ അനുഭവം ഉണ്ടാകട്ടെ. ആത്മസാന്നിധ്യം ചിലതിന്റെ ഉള്ളങ്ങളെ തട്ടി ഉണർത്തി ആത്മശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയുടെ മധ്യേ, ഒറ്റപ്പെടലിന്റെ മധ്യേ ഈ തികഞ്ഞ ആത്മസാന്നിധ്യം നിന്റെ ഉള്ളങ്ങളെ ബലപ്പെടുത്തുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഒരു നാളും കൈവിടുകയില്ലെന്ന് വെറുതെ പറഞ്ഞതല്ലെന്ന്. സ്തോത്രം, സ്തോത്രം. ഉടവരവരവ ശബ്ദൽ ബൗഡകാരവ ഹത്തൽ ഗൗഡഗസി അന്തരാതിരി ഹത്തൽ ബലഗൈ ഭാരവ ഹസം ധാരകാരഘടക ശബ്ദന ഹതകാര ഗൗഡഗസി ഹത്തൽ ഗൗഡഗ റീപാനവ ശബ്ദന ഹതകാരഘടക ശബ്ദൽ ബൗഡകാരവ ശസി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ പകൽ നാളമായി വിശ്വസിക്ക്. ആമേൻ. നിന്റെ കഷ്ടതയുടെ മധ്യേ ജയോത്സവവും വഴി നടത്തും. നിന്റെ തകർച്ചയുടെ മധ്യേ നീ നിലം പരിചയായി തകർന്നു കിടക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, അത് മറ്റാരോടും നിന്റെ സങ്കടം ബോധിപ്പിക്കാതിരിക്കുമ്പോൾ അവൻ നിന്നെ ജയോത്സവമായി വഴി നടത്തും. അത് സംഭവിക്കുന്നത് നിന്റെ ആത്മാവിലാണ്, നിന്റെ അന്തരംഗങ്ങളിലാണ്. നിന്റെ അകത്തെ മനുഷ്യനെ അവൻ ബലപ്പെടുത്തുന്ന ദൈവമാ. യേശുവിന്റെ നാമത്തിൽ ഉളവരവനവ ശബ്ദൽ ബൗഡഗസി. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ
നാമത്തിൽ ഈ പകൽ സ്വർഗം ചിലതിന് ജയം പകരുക. ഇതുവരെ അനുഭവിക്കാത്ത നിലയിൽ ഒരാത്മാ സാന്നിധ്യം ഈ പകൽ ചിലതിന്റെ ഉള്ളങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ട് ചിലതിനെ സഹിപ്പാൻ, ചിലതിനെ ക്ഷമിപ്പാൻ. യെസ്, സഹനത്തിന്റെ ശക്തി ഈ പകൽ നിന്റെ കാര്യങ്ങളെ സ്വർഗം ബലപ്പെടുത്തുകയാണ് യേശുവിന്റെ നാമത്തിൽ. യെസ്, യേശുവിന്റെ നാമത്തിൽ തകർച്ചകൾ മാറട്ടെ ഈ പകൽ, സംശയങ്ങളെല്ലാം മാറട്ടെ, പരാജയത്തിന്റെ അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ പകൽ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. തലമുറകളുടെ ഭാവിയെ, പഠനത്തെ ബാധിക്കുന്ന എല്ലാ ദുഷ്ട പ്രവൃത്തികളെയും, അവരുടെ ഭാവിയെ ഞെരുക്കുന്ന അവരുടെ മനസ്സിനെയും ശരീരത്തെയും ഹോരേബ് ദൈവസഭയിലെ വിശ്വാസ മക്കളുടെ ഭവനങ്ങളുടെ മേൽ ദുഷ്ടന്റെ ദൃഷ്ടി പതിക്കാതെ വണ്ണം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാപിക്കുക. ഈ പകൽ അവർക്ക് ഒരു ജയം കൊടുക്കുമാറാകണം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ചിലതിന്റെ കുടുംബ ബന്ധങ്ങളെ തകർത്ത്, ചിലതിന്റെ വിദ്യാഭ്യാസത്തെ തകർത്ത്, ചിലതിന്റെ ഭാവിയെ തകർത്ത്, ആത്മിക നിലവാരത്തെ തകർത്ത് താളടിയാക്കാൻ ശ്രമിക്കുന്ന ദുഷ്ട പിശാചിനെ യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ജനം ജയമെടുത്താട്ടെ. ഉടപരപരമ ശപ്പൽ അസംഭാര ഘടകത്തി ധീര ഘടകസി അന്തരാതരെ ബൗഡവാരമ ശപ്പൽ ഉടപരബൗഡം ബാലഘടകം ബാലഘടകം ബസ്സരവാരം. യെസ് യെസ്, ഉടപരവശം ദാലഘടകം റീപരബൗഡം ബാലാബൗഡം അന്തലബൗഡ റീബാരാജ ബൗഡേ മാല ബഷേവാലെ അന്തൽ ബൗഡേ റീബാരാജ ബൗഡേ മാലെ ബഷേവാലെ അന്തൽ ബൗഡേ റീബാരാജ ബൗഡേ മാലെ ബൗഡേ മാലെ. യെസ് യെസ്, ഉടപരബൗഡേ റീബാരാജ ബൗഡേ മാല ബഷേവാലെ ബൗഡേ മാല അന്തൽ ബൗഡേ റീബാരാജ ബൗഡേ മാല ബഷേവീരെ റീബാരാജ അന്തൽ ബൗഡേ വീരാവാരി ബഷേവാലെ ബൗഡേ മാലെ ബസ്സരവീരെ വീരേ രാജ വന്ദനമാലെ റീബാലെ ഓ ശപ്പര ബൗഡേ റീബാരാജ ബൗഡേ മാ അന്തൽ ബൗഡേ റീബാരാജ ബൗഡേ മാലെ. യെസ്, യേശുവിന്റെ നാമത്തിൽ Glory Jesus. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയാളിയായവൻ ഈ പകൽ ഇവിടെ നടകൊണ്ടിട്ടുണ്ട്. നാളുകളായുള്ള ചില വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, അവൻ ജയം പകരുവാൻ, അവൻ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് മറുപടി നൽകുവാൻ ബന്ധിച്ചിരിക്കുന്ന ചില ചങ്ങലകൾ യേശുവിന്റെ നാമത്തിൽ ഈ പകൽ അഴിഞ്ഞു മാറട്ടെ. റിക്കമനവ സപ്പൽ ബൗഡക ധീര ബൗഡ ബശസ്. Glory Jesus, glory to God, glory to God, glory to God. യേശുവിന്റെ നാമത്തിൽ ഉടമനകൗടക ധീരകൗടക ശസ്. ഒരു ഓട്ട് കഷണം എടുത്ത് ശരീരത്തിൽ മുഴുവനും ചൊരണ്ടിയിരിക്കുക യോബ്. കുടുംബത്തിലത് ഭാര്യ പറഞ്ഞു, വിശ്വാസം ത്യജിക്ക്, മതി പിടിച്ചു വെച്ചത്. കൂട്ടുകാർ ഓരോരുത്തർ വന്നു യോബിനോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. പക്ഷെ ഒരു വാക്ക് കൊണ്ട് പോലും പാപം ചെയ്യാത്തവനറിയാം, ആമേൻ, ഇതൊരു ദൈവപ്രവൃത്തിയാ കേട്ടോ. സ്തോത്രം. നിന്റെ വേലി പൊളിച്ചത് ദൈവമാണെങ്കിൽ ആമേ സ്തോത്രം, നിന്നെ അവൻ പുലർത്തും.
ആമേൻ സ്തോത്രം. ദൈവം അറിഞ്ഞിട്ടാണ് ആമേൻ നീ പ്രതിസന്ധിയെ നേരിടുന്നതെങ്കിൽ ഈ പകൽ എഴുതിയിട്ടോ ആമേൻ മറുപടി തരുവാൻ ദൈവം ബാധ്യസ്ഥനാ. ആമേൻ സ്തോത്രം. ഈ പകൽ നിനക്ക് വേണ്ടി സ്വർഗം എഴുന്നേറ്റാൽ ആമേൻ ഈ പകൽ നിന്റെ വിഷയത്തിന് പരിഹാരകനായി യേശുവിന്റെ നാമത്തിൽ